ബംഗളൂരുവിൽ ഇന്ന് അഭിമാന പോരാട്ടം. ISLൽ ഇനിയും അവസാനിക്കാത്ത കണക്കുകൾ വീട്ടാനുറച്ചാണ് ബ്ലാസ്റ്റേഴ്സ് എതിരാളികളുടെ തട്ടകത്തിൽ. ബംഗളൂരു FCക്കെതിരെ വമ്പൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഇന്നുണ്ടാവില്ല. കഴിഞ്ഞ വർഷം മത്സരം പൂർത്തിയാകാതെ കളം വിട്ടതിനു ശേഷം ആദ്യമായാണ് ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ കൊമ്പന്മാർ ഇറങ്ങുന്നത്. വിവാദ ഗോളിന്റെ കലിപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം പൂർത്തിയാക്കാതെ കളം വിട്ടതിന്റെ വീഡിയോ പങ്കുവച്ച് ബംഗളൂരു മത്സരത്തിന് മുൻപ് തന്നെ പോർവിളി തുടങ്ങിക്കഴിഞ്ഞു. മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ മാസ് മറുപടിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചടി. നിലവിൽ 16 കളിയിൽ 29 പോയിന്റുമായി നിലവിൽ 5ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ ജയം അനിവാര്യമാണ്. കഴിഞ്ഞ സീസണിൽ സുനിൽ ഛേത്രിയുടെ ഗോളും പിന്നാലെ ഉണ്ടായ വിവാദങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സും ആരാധകരും ഒരിക്കലും മറക്കില്ല. 2023 മാർച്ച് 3-നായിരുന്നു ISLനെ പിടിച്ചുലച്ച ഫ്രീ കിക്ക് ഗോളും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിഷേധവും ബഹിഷ്കരണവും. വിലക്കും പിഴയും എല്ലാം കഴിഞ്ഞ് 364 ദിവസത്തിന് ശേഷം ഇതേ വേദിയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇവാൻ വുക്കോമനോവിച്ചിനും സംഘത്തിനും ജയത്തിൽ കുറഞ്ഞതൊന്നും മതിയാവില്ല. ഇക്കുറി കൊച്ചിയിൽ ഏറ്റുമുട്ടിയപ്പോൾ 1-നെതിരെ 2 ഗോളിന് ജയിച്ചുവെങ്കിലും ശ്രീകണ്ഠീരവയിലെ ജയമേ ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും തൃപ്തിപ്പെടുത്തു. ഇത്തവണ മിന്നും ഫോമിലുള്ള ആശാനും സംഘവും വമ്പൻ തിരിച്ചടി നൽകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കഴിഞ്ഞ മത്സരത്തിൽ FC ഗോവയ്ക്കെതിരെ 2 ഗോളിന് പിന്നിലായിട്ടും 4 ഗോൾ തിരിച്ചടിച്ച് വിജയവഴിയിൽ തിരികെ എത്തിയ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുവിൽ എത്തിയിരിക്കുന്നത്. പ്രധാന താരങ്ങളുടെ പരിക്ക് തിരിച്ചടിയായി തുടരുമ്പോഴും ബംഗളൂരുവിലെ ആദ്യ ജയം അസാധ്യമല്ലെന്ന് ഇവാൻ വുക്കോമനോവിച്ച് ഉറപ്പിച്ചു പറയുന്നു. ബ്ലാസ്റ്റേഴ്സ് 5ഉം 18 പോയിന്റുള്ള ബംഗളൂരു 9ാം സ്ഥാനത്താണ് നിലവിൽ. നേർക്കുനേർ കണക്കിൽ ബംഗളൂരുവിനാണ് ആധിപത്യം. 14 കളികളിൽ ബംഗളൂരു 8-ൽ ജയിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത് ആകെ 4 കളികളിലാണ്. 2 മത്സരം സമനിലയിൽ അവസാനിച്ചു. കണക്ക് തീർത്ത് വൻ മറുപടിയുമായാണ് മഞ്ഞപ്പടയുടെ ആരാധകർ കണക്ക് കൂട്ടുന്നത്. ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിന്റെ നോർത്ത്, അപ്പർ, ലോവർ, സൗത്ത് സ്റ്റാൻഡുകളിൽ മാത്രമാകും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇരിപ്പിടം. ഗാലറിയിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായാണ് നിയന്ത്രണം. ജയത്തോടെ ആദ്യ 4-ൽ മടങ്ങിയെത്തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം.